സർവശക്തനായ യേശുവിൻ്റെ തിരുനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പാപം നിറഞ്ഞ ആത്മാവേ, നിന്റെ നേരെയുള്ള ഈശോയുടെ സ്നേഹം തിരിച്ചറിയുക. ലോകത്തിൽ നീ ആഗതനായ ഉടനെ ജ്ഞാനസ്നാനം വഴി നിന്നെ അവിടുന്ന് ശുദ്ധമാക്കി പിശാചിൻ്റെ അടിമയിൽ നിന്ന് രക്ഷിച്ചു. ദൈവപ്രസാദവരത്താൽ അലങ്കരിച്ച് അനന്തരം സ്വപുത്രനെന്നും സ്നേഹിതനെന്നും ഏറ്റവും വാത്സല്യത്തോടെ വിളിച്ച് അവിടുത്തെ ദിവ്യഹൃദയത്തിൽ നിന്നെ ഭദ്രമായി സൂക്ഷിച്ചു. എന്നാൽ നിനക്ക് ഓർമ്മ വന്ന ക്ഷണത്തിൽ ഈശോയുടെ അനന്തമായ സ്നേഹത്തെയും ദയയെയും വിസ്മരിച്ച് അവിടുത്തെ സന്നിധിയിൽ നിന്ന് നീ ഓടിയൊളിക്കുകയും പാപം മൂലം ആത്മാവിനെ അശുദ്ധരാക്കുകയും ചെയ്തു. നീ ശിക്ഷിക്കപ്പെട്ടാൽ ഈ ദിവ്യഹൃദയത്തിന് നഷ്ടം വല്ലതും നേരിടുമോ എന്ന് നീ വിചാരിക്കുന്നുവോ? അമൂല്യമായ നിന്റെ ആത്മാവ് നഷ്ടപ്പെടാതിരിക്കാനാണ് അവിടുന്ന് ബന്ധപ്പെട്ട് നിന്റെ പക്കലേക്ക് ഓടിയണയുന്നത്. എൻ്റെ ആത്മാവെ, നിന്നോട് തന്നെ നിനക്ക് ദയ തോന്നുന്നില്ലേ? നീ സ്വയം സ്നേഹിക്കുന്നു എങ്കിൽ നിന്നെ അന്വേഷിച്ചു വരുന്ന പിതാവും സൃഷ്ടാവും നാഥനുമായ ഈശോയുടെ ദിവ്യഹൃദയത്തിലേക്ക് ഓടിയെത്തുക. അവിടുന്ന് എല്ലാ പാപങ്ങളും വിസ്മരിച്ച് പ്രസാദവരത്താൽ നിന്നെ അലങ്കരിച്ച് ആശീർവദിക്കും. തിരുഹൃദയം തരും കരുതലറിഞ്ഞിടാൻ തിരികെ നടക്കേണം ജീവിതത്തിൽ. തിരുഹൃദയം തരും കരുതലറിഞ്ഞിടാൻ തിരികെ നടക്കേണം ജീവിതത്തിൽ. മധുരിമയേറുമാ സ്നേഹമറിഞ്ഞിടാൻ, മധുരിമയേറുമാ സ്നേഹമറിഞ്ഞിടാൻ മമതകളേതും ഉപേക്ഷിക്കണം, മമതകളേതും ഉപേക്ഷിക്കണം. തിരുഹൃദയം തരും കരുതലറിഞ്ഞിടാൻ തിരികെ നടക്കേണം ജീവിതത്തിൽ. എൻ്റെ രക്ഷകനും സ്രഷ്ടാവുമായ ദൈവമേ, ഗാഗുൽത്താ മലയിൽ അങ്ങേ മരണസമയത്ത് ഞാനും ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ എത്രമാത്രം ഭാഗ്യവാനാകുമായിരുന്നു. കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട അങ്ങേ തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ദിവ്യരക്തം എൻ്റെ ഹൃദയത്തിലേക്ക് വീണിരുന്നുവെങ്കിൽ ഞാൻ എത്ര പരിശുദ്ധനാകുമായിരുന്നു. മാധുര്യപൂർണനായ ഈശോയെ, ആദ്യ ബലി ദിവസം ഗാഗുൽത്തായിലെ കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്നതിനുള്ള ഭാഗ്യം കിട്ടിയില്ല എങ്കിലും അങ്ങേ തന്നെ ദിവ്യപൂജയിൽ നിത്യപിതാവിന് കാഴ്ച സമർപ്പിക്കുന്ന അവസരത്തിൽ കുരിശിനു കീഴിൽ അങ്ങയോടുകൂടി ഉണ്ടായിരുന്നവർക്ക് ലഭിച്ച അതേ ഭാഗ്യം തന്നെ എനിക്ക് ലഭിക്കുമെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. സ്നേഹനാഥനായ എൻ്റെ ഈശോയെ, കഴിഞ്ഞ ജീവിതകാലത്തിൽ ദിവ്യപൂജയിൽ അങ്ങേ ആരാധിക്കാതെയും അങ്ങേ അനന്തമായ സ്നേഹം ഓർക്കാതെയും പോയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെ. ദയാനിധി, എൻ്റെ നന്ദിഹീനതയെ വീക്ഷിക്കാതെ അങ്ങേ കൃപയാൽ എന്നോട് ക്ഷമിക്കണമേ. ഇനി അവശേഷിച്ചിരിക്കുന്ന ജീവിതകാലം സാധ്യമായ വിധം ഈ ദിവ്യപൂജയിൽ അങ്ങേ ആരാധിക്കാനും സ്തുതി സ്തോത്രങ്ങൾ സമർപ്പിക്കുവാനും ഞാൻ സന്നദ്ധനാണെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രാർത്ഥന. കർത്താവേ, അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളേണമേ. ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ. എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയന്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ. നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ.
അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ, ദിവ്യഹൃദയത്തിൻ നാഥേ, ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു. ആമേൻ. സ്നേഹിക്കുമ്പോൾ ഇൻപമുള്ളതാണല്ലോ കുടുംബം. തിരുഹൃദയ വണക്കമാസത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെ വൃദ്ധമാതാപിതാക്കളെ, കുടുംബനാഥനെ, കുടുംബനാഥയെ, യുവജനങ്ങളെ, കുഞ്ഞുങ്ങളെ ഒക്കെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുട്ടികൾക്ക് സ്കൂളുകൾ തുറന്നിരിക്കുന്ന സമയമാണിത്. അവരെ കരുണയോടെ കാത്തരുളണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ വിദ്യാഭ്യാസ മേഖലകളിൽ അവർക്ക് തെളിച്ചമുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ മദർ തെരേസ പറയുന്നു, ഓരോ ശിശുവും അമൂല്യമാണ്, ഓരോ ശിശുവും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. കുടുംബങ്ങളിൽ നിത്യപ്രകാശമായി മാറുവാൻ തിരുഹൃദയമേ നീ എഴുന്നള്ളി വരേണമേ. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നു, നിന്റെ ശരീരം മറ്റൊരു വ്യക്തിക്ക് വിട്ടുകൊടുക്കുക എന്നത് ആ വ്യക്തിക്ക് നിന്നെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നതിൻ്റെ അടയാളമാണ്. പ്രിയമുള്ളവരെ, പരസ്പര സമ്പൂർണമായ സമർപ്പിക്കലിലൂടെ, സമ്പൂർണമായ സഹകരണത്തിലൂടെ, സമ്പൂർണമായ സ്നേഹത്തിലൂടെ നമ്മുടെ കുടുംബങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തോടെ. ആമേൻ.